നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഷിഗല്ല വലിയ രീതിയിൽ തന്നെ പടർന്നു പിടിക്കുകയാണ്. എങ്ങനെയാണ് ഷിഗല്ല പ്രതിരോധം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുള്ള കെക്കെയാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഷിഗല്ല ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ തന്നെ മിക്ക ജില്ലകളിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു വലിയൊരു ആശങ്കയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ഈ ഷിഗല്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഷിഗല്ല എന്ന് പറയുന്നത് നമ്മുടെ ഉദരത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ്. ഒരു സാധാരണ രൂപത്തിൽ കണ്ടുവരുന്ന ഒരുപാട് ബാക്ടീരിയകളുടെ കൂട്ടത്തിൽ ഒരു ബാക്ടീരിയ. ഇത് പുതുതായി ഉണ്ടായ ഒരു അസുഖമല്ല. വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സാധാരണ രൂപത്തിൽ കണ്ടുവരുന്ന അസുഖമാണ്. പക്ഷേ ഷിഗല്ലയുടെ പ്രശ്നം ഷിഗല്ലയുടെ ഭയങ്കര സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതോടൊപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കുറച്ച് ഗുരുതരമായി പോകാൻ സാധ്യതയുള്ള അസുഖമാണ് ഷിഗല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണ രൂപത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചികിത്സിച്ച് ഇതാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടി ഷിഗല്ല എന്നുള്ളതാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്. ഇതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്? സാധാരണ രൂപത്തിൽ ഏതൊരു വയറിളക്കത്തിന്റെ അസുഖത്തെയും പോലെ നമുക്ക് വയറുവേദന, വയറിളക്കം, ഛർദി, പനി. ശക്തമായ പനി ഉണ്ടാകാം. വയറുവേദന ശക്തമായ രൂപത്തിലുണ്ടാകാം. വയറിളക്കം റിപ്പീറ്റഡ് ആയി വയറിളക്കം ഉണ്ടാവും. വയറിളക്കം ഉണ്ടാകുന്ന സമയത്തൊക്കെ വയറുവേദന. അതോടൊപ്പം ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഷിഗല്ലക്ക് പറയുന്നത് വയറിളക്കത്തിന്റെ കൂടെ രക്തവും കൂടി മലത്തിൽ കൂടി പോകുക എന്നുള്ളതാണ്. ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിന്റെ കൺസൾട്ടേഷൻ എന്തായാലും ഡോക്ടറെ കണ്ടുകൊണ്ട് ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ല ട്രീറ്റ് ചെയ്യാൻ വളരെ ഈസി ആണെന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ സാധാരണ രൂപത്തിൽ കൊടുക്കുന്ന ഒരുപാട് ആന്റിബയോട്ടിക്കുകളിൽ ഏറ്റവും നമ്മൾ കോമൺ ആയി കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകളൊക്കെ ഷിഗല്ലക്ക് എഫക്റ്റീവ് ആണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാതെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിവിധമായിട്ടുള്ള ചികിത്സകൾ എടുത്തോ നമ്മൾ ഈ വയറിളക്കത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ഗുരുതരമായി പോകാനുള്ള സാധ്യതകൾ. നമ്മൾ സാധാരണ രൂപത്തിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സെഫ്ട്രിയാക്സ് പോലെയുള്ള ഇൻഫെക്ഷനുകൾ ഇതിന് വളരെ വളരെ ഫലപ്രദമാണെന്നുള്ളതാണ് ഞങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചികിത്സ തേടുന്നു അത്രയും പെട്ടെന്ന് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന്. ഈ ഷിഗല്ല ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അത് പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആശങ്കയുടെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ശരിക്കും എത്രത്തോളം അപകടകാരിയാണ് ഈ ഷിഗല്ല? അതാണ് ഞാൻ ഇപ്പം ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. ഷിഗല്ല യഥാർത്ഥത്തിൽ അത്രയും അപകടകാരിയല്ല. ഏറ്റവും വേഗത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഒപിഡി ബേസിസിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ഷിഗല്ലയ്ക്ക് എഫക്റ്റീവ് ആകും. കാരണം നമ്മൾ ഒപിഡി ബേസിസിൽ സാധാരണ ഒരു വയറിളക്കത്തിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും സിപ്രോഫ്ലോക്സൻ പറയുന്ന മരുന്നുകൾ ഇതൊക്കെ ഷിഗല്ലയ്ക്ക് ഫലപ്രദമാണ്. പലപ്പോഴും ഇത് ഗുരുതരാകാനുള്ള കാരണം ഇത് ചികിത്സിക്കാതെ ഡോക്ടറുടെ അടുത്ത് പോകാതെ മറ്റുള്ള ചികിത്സകളൊക്കെ കൊണ്ട് ശ്രമിച്ചു നോക്കുമ്പോൾ ഇത് കൂടുതൽ വഷളാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വയറിളക്കം കൂടി നിർജ്ജലീകരണം കൂടി ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ലവണാംശങ്ങളുടെ സന്തുലിതാവസ്ഥയൊക്കെ നഷ്ടപ്പെട്ട് അവസ്ഥയിൽ വളരെ സിവിയർ ആയിട്ട് ഡീഹൈഡ്രേഷൻ പോകുന്ന സമയത്താണ് പലപ്പോഴും ഇത് ഗുരുതരാകുന്നത്. വളരെ അപൂർവമായിട്ട് ഇത് ഗുരുതരാകുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും വളരെ അപൂർവം ചില ആളുകൾക്ക് എസ്പെഷ്യലി നമ്മുടെ വളരെ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ മറ്റു പല അസുഖങ്ങളുള്ള ആളുകൾക്ക് പലപ്പോഴും ഷിഗല്ല ചിലപ്പോൾ ഹാർട്ടിനെ ബാധിക്കും. ഷിഗല്ല ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഹാർട്ടിനെ ബാധിക്കാം. അല്ലെങ്കിൽ ഷിഗല്ല ചിലപ്പോൾ കിഡ്നിയെ ബാധിക്കാം. ഹീമോലൈറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോകാത്ത കാലത്തോളം ഷിഗല്ല യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഇതിന്റെ ഒരു പകരുന്ന ഒരു രീതി അതെങ്ങനെയാണ്? അതാണ് നമ്മൾ കൂടുതൽ പൊതുജനം മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഷിഗല്ല പകരുന്നത് ഈ രോഗം വന്ന ആളുടെ മലത്തിൽ കൂടിയാണ് ഈ ഷിഗല്ല പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ റൂട്ട് നമ്മൾ എപ്പോഴും പറയും ഫീക്കൽ റൂട്ട് എന്ന് പറയും. കാരണം മലത്തിൽ കൂടി പുറത്തേക്ക് പോകുന്ന ഈ ഷിഗല്ല ബാക്ടീരിയയും കാര്യങ്ങളും ആ ആളുടെ അത് ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ മലം കലരുന്ന വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഷിഗല്ലയുമായി മലിനപ്പെടാൻ സാധ്യതയുണ്ട്. ആ വെള്ളം തിളപ്പിച്ചാറ്റിച്ച വെള്ളം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഷിഗല്ല ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. രോഗം വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കൈകളിലെ ഭാഗങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഷിഗല്ല വൈറസ്, ഷിഗല്ല ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് കളിക്കുന്ന കളികൾ കൂടിയും അവരുമായി വരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഈ ഷിഗല്ല നമ്മൾ ബാധിക്കും. ഇതിൽ ഏറ്റവും
ശ്രദ്ധിക്കാനുള്ളത് ശിഖല്ലയുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് വളരെ കുറവാണ്. കാരണം സാധാരണ രൂപത്തിലൊരു വയറിളക്കത്തിന്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറാൻ ഒരു 1000 മുതൽ 10,000 ബാക്ടീരിയ ഒക്കെ കയറുന്ന സമയത്താണ് അത് രോഗം ഉണ്ടാക്കുക. ഷിഗല്ലയ്ക്ക് ഇത് വളരെ കുറവാണ്. ഒരു 10ൽ താഴെ ബാക്ടീരിയകൾ ഉള്ളിൽ കയറിയാൽ തന്നെയും അത് രോഗം ഉണ്ടാക്കാനുള്ള ശക്തി എന്നുള്ളതാണ് ഈ ഷിഗല്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനി പകരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അത് ഞാനിപ്പോ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗം വന്ന ആളുടെ മരണത്തിൽ കൂടിയാണ് ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തിളപ്പിച്ച് വെള്ളം തിളച്ചതിന് ശേഷം ആറ്റിയ വെള്ളം ആ തിളക്കുന്ന ടെമ്പറേച്ചർ നമുക്കതിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ കിട്ടുന്ന സമയത്ത് ഈ എല്ലാ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ആ ടെമ്പറേച്ചറിൽ എത്തിച്ചു പോകും. അതാണ് തിളപ്പിച്ചാറ്റിയതിനു ശേഷം വെള്ളം കുടിക്കുക കാര്യങ്ങളൊക്കെ നന്നായി പാകം ചെയ്ത് മാത്രം ഉപയോഗിക്കുക. രോഗം വന്ന ആളുടെ അടുത്തുകൊണ്ട് പ്ലേറ്റുകൾ വളരെ ശ്രദ്ധിക്കുക. അവർക്ക് കിട്ടുന്ന ബാത്റൂമുകളും പ്ലേറ്റുകളും അതുപോലെ അവരുടെ ഭക്ഷണ പദാർത്ഥ സാമഗ്രികളൊക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റൊരാൾക്ക് പകരുന്നത് തടയാം. അതുതന്നെയാണ്. എന്തായാലും ഷിഗല്ല അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. നിലവിൽ അതിനുള്ള അല്ല. ചികിത്സാ രീതികളെല്ലാം കൃത്യമായി തന്നെ എടുക്കുമ്പോൾ അത് പൂർണ്ണമായും ഭേദമാകുമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം.